പോണത് നമ്മളെ അമ്മയ്ക്കും കുഞ്ഞാൻ്റിക്കും കുട്ടിയെടുത്തേക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോഴിക്കോട് സിൽക്ക് മന്ത്രയിൽ പോണതാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഈ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ എനിക്ക് കുറേ മെമ്മറീസ് ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അതൊക്കെ ഓർത്തിട്ടുണ്ടേനി. ഇത് നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇതാണ് കനാല്. ഈ ഒരു സമയം വേനൽക്കാലം ആകുമ്പോൾ ഇതിൽ വെള്ളം നിറച്ചിടും. എന്നിട്ട് ഈ സൈഡിലൊക്കെ പച്ചക്കറി ഉണ്ടാക്കണമല്ലോ, കൈ നോസിട്ടിട്ട് വെള്ളം നനയ്ക്കും. കൊക്കുകൾ പാറുന്നത്, നല്ല പച്ചപ്പ്, അതുപോലെ തന്നെ നല്ല കാറ്റ്, കുറേ സൈഡിൽ കൃഷി, പ്രകൃതി രമണീയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ ചാലിയപ്പുറം. ഞാൻ 1 മുതൽ 7 വരെ പഠിച്ച സ്കൂളാണ്. ഉണ്ണിയും ശില്പി മച്ചു നന്ദൊക്കെ അവിടെയാണ് പഠിച്ചത് കേട്ടോ. അങ്ങനെ ഉണ്ണി പഠിക്കുന്ന സമയത്ത് നമ്മൾ കനാൽമുകൂടെ നടന്നു പോകുമ്പോൾ വിഷ്ണുവിൻ്റെ ചേച്ചി ടാറ്റ എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ ടാറ്റ ഒക്കെ തരും കേട്ടോ. വേറൊരു വലിയ പോയിന്റ് ഉണ്ട്. നട്ടുച്ചയ്ക്കാണ് ഇതിലൂടെ നടന്ന് വരണമെങ്കിൽ പ്രകൃതി ഭംഗിൻ്റെ സ്ഥലത്തെത്തും. കരിവാളിച്ച് നമ്മളൊരു വിധാവും ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും അമ്മയും കുട്ടിയെടുത്തി പോലെ പാട്ടിനെത്തിയിട്ട് പിന്നെ ഓടിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമാണ് ബസ്സിൽ കയറുന്നത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ബസ്സിലൊന്നും കയറാത്ത അഹങ്കാരി, അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇപ്പം ഇവിടെ അടുത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ വണ്ടി ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെയാണ് ബസ് മിസ് ചെയ്തിരുന്നത്. അപ്പോൾ ബസ്സിൽ കയറി നമ്മൾ ഇറങ്ങാൻ നേരം ആകുമ്പോൾ ഇഷ്ടമുള്ള പാട്ട് വന്നാൽ ഇറങ്ങേണ്ടി വരുന്ന ഒരു സങ്കടങ്ങൾ ആരെയും ഫീൽ ചെയ്തണോ എന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഈ ബസ്സിൽ കയറി ഇറങ്ങണ വരെ നല്ല പാട്ടുകൾ മാത്രമായി. അങ്ങനെ നമ്മൾ സിൽക്ക് മന്ദിറിൽ എത്തിയിട്ടോ, കാലിക്കറ്റുള്ള. പേഴ്സണലി കുറ്റിയെടുത്തേക്ക് ഈ ഒരു ഷോപ്പിൽ പോകണമെന്ന് കുറച്ച് ആഗ്രഹം ഉണ്ടായിനി. പിന്നെ നമ്മളൊരു സമയമാകുമ്പോൾ നമ്മളെ ആഗ്രഹത്തിനൊക്കെ നിന്ന് ആൾക്കാരല്ലേ ഓലൊക്കെ, അപ്പോൾ ഓല ഇഷ്ടങ്ങൾക്കൊക്കെ നമ്മൾ നിന്ന് കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കേ എന്നുള്ളത്. അപ്പോൾ എൻ്റെ കല്യാണം ഉണ്ട്. ആ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനാണ് വലും കൊണ്ട് ഞാൻ പോയത്. ബൈ ദ വേ കാര്യം പറഞ്ഞില്ലല്ലേ, ബാക്കി എല്ലാ കഥകളും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ സിൽക്ക് മന്ദിറിൽ എത്തിയിട്ട് 500 മുതൽ ഇവിടെ നല്ല നല്ല സാരീസ് അവൈലബിൾ ആണ്. ഒരു 1000, അതുപോലെ തന്നെ ഇത് 1000 ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന സാരിയാണ്. നല്ല അടിപൊളി കുറേ സാരീസ് ഉണ്ട്. സാരീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള വിവരമൊന്നും എനിക്കില്ല, കാരണം ഞാൻ അത്ര ഒരു സാരി അഡിക്റ്റോ അല്ലെങ്കിൽ ഒരു സാരി ഫാനോ ഒന്നും അല്ല. പക്ഷേ ഇവർക്ക് കുറേ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടേനി. അതൊക്കെ കുറച്ച് മാറിയിട്ടാണ് ഇവർ സാരി എടുത്തതെങ്കിൽ കൂടി ഇതൊക്കെ 2000 എബോ റേറ്റിൽ വരുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു സാരിയൊക്കെ നിങ്ങൾക്ക് ഇതിലേത് സാരീസാണ് ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോന്ന് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് എന്താ സ്യൂട്ട് ആവില്ലേ എന്നുള്ളത്. ഞങ്ങൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത് എന്നുള്ളത് വെഡ്ഡിങ് വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ചേച്ചിയും അതുപോലെ തന്നെ വേറൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കമ്പനിയാണ്, നല്ല അടിപൊളി കസ്റ്റമർ സർവീസാണ്. നമുക്ക് സൂപ്പർ കൂളായിട്ട് നമ്മളെ കൊണ്ട് എല്ലതും നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തെന്ന് അടിപൊളി കസ്റ്റമർ സർവീസാണ്, പറയാതെക്കാൻ വയ്യ. നല്ല കളക്ഷൻസും ഉണ്ട്. നമുക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു ഷോപ്പാണ്. പെയ്ഡോ PR കൊളാബറേഷനോ അല്ല, നമ്മൾ പോയ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ്. ഇത് എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ വീഡിയോൻ്റെ അടിയിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും പ്രൊമോസും എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല ഗൈസ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് എടുത്ത് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. വലിയ ബോർഡർ വരുന്നത്, 2 കളേഴ്സ് വരുന്നത്, ബ്ലൗസൊക്കെ നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ ചേച്ചി, ഈ ഒരു കാണുന്ന ചേച്ചിയാണ് നമ്മളെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സാരി സെക്ഷനിൽ. ചേച്ചി അടിപൊളിയാണ്. ചേച്ചി ഈ വീഡിയോ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ചേച്ചി നിങ്ങൾ പൊളിയേനി. അത് അവിടുന്ന് നമ്മൾ ആ ചേച്ചി നമുക്ക് ഇഷ്ടമായി താങ്ക് യു ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നല്ല ചേച്ചി കഴിഞ്ഞിട്ട് നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് കഴിഞ്ഞ് നമ്മളെ എന്താ പറയുക മടുപ്പിക്കണമൊന്നുമില്ല ഇനി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓൾക്കുള്ള സാരീസൊക്കെ എടുത്തിട്ട് പിന്നെ അമ്മമ്മയ്ക്കുള്ള സെറ്റും മുണ്ടും നോക്കാനാണ് നമ്മൾ പോയിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറേ സെറ്റും മുണ്ടും അവിടുന്ന് നോക്കിയിട്ടോ. കണ്ടോ, ഇതൊക്കെ 300 സംതിങ് ആ ഒരു റേറ്റിൽ വരുന്നതാണ്. സെറ്റും മുണ്ടിൻ്റെ ആയിട്ടുള്ള ഒരു കളക്ഷൻ്റെ സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കണ്ടോ, കുഞ്ഞായിട്ടുള്ള എന്താ പറയുക ബ്ലൂ കളർ പ്രിൻറ്റ് കൈസ്, അതാണ് ആ സംഭവത്തിൽ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏതാണ് നമ്മളെടുത്തതെന്നുള്ളത് ഇപ്പം ഞാൻ റിവീൽ ചെയ്യില്ല, വലിയ സംഭവമായിട്ടൊന്നല്ല. എന്നാലും അത് കഴിഞ്ഞിട്ട് മിറർ എവിടെ കണ്ടാലും ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് നമ്മളൊരിതാണല്ലോ. പിന്നെ ഒരു ചായയും അതുപോലെ തന്നെ ലൈമും കൊണ്ടുവന്ന് ഞാനും ശില്പി ലൈം എടുത്തു. പക്ഷേ കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോറി, കോഫി എനിക്ക് ഓല് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കുറ്റബോധം തോന്നിയത്. പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവരോട് ചോദിക്കുകയാണ് സാരിയൊക്കെ ഇഷ്ടമായെന്ന്. ചിലവർ മൈൻഡ് ചെയ്തു, ചിലവർ എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്ക് ഓൽക്കുള്ള ചായ ഇപ്പോൾ വരുമെന്ന് ഈ ചേച്ചി വന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇത് ഓൽക്കുള്ള ചായയൊക്കെ വന്ന് ഒരു ചായ അല്ല ഗൈസ്, കോഫി ഐ തിങ്ക് കോഫി എന്നുള്ളത്. എന്തായാലും ഓല് കോഫി കുടിച്ചു. ഓൽക്ക് കോഫി ഭയങ്കര. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായയും കൂടി കുടിച്ചിട്ട് അവിടെ നിന്ന് പോവാൻ വിചാരിച്ചത്. ഇനി കുഞ്ഞാൻ്റിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ശില്പി ലൈമ് വേഗം ഫാസ്റ്റ് ആയിട്ട് കുടിച്ച് തീർത്ത്. പിന്നെ എല്ലാ കണ്ണാടിൻ്റെ മുന്നിൽ പോയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഇങ്ങനത്തതൊക്കെ മാറി എടുത്തിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ വേണ്ടീനി. അങ്ങനെ നമ്മൾ റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അത് നമ്മൾ അവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് റണ്ണിങ് മെറ്റീരിയലിൻ്റെ സെക്ഷൻ ഉള്ളത് ഇവർക്ക്. അങ്ങനെ അവിടെ നമ്മൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞാൻ്റിൻ്റെയും കുട്ടിയെടുത്തിൻ്റെയും അമ്മേൻ്റെയൊക്കെ സാരി എടുക്കലുള്ള കലാപരിപാടി കഴിഞ്ഞതിനോടെ ഓലവിടെ പോയി സീറ്റിലിരുന്ന് നിങ്ങൾ എന്താ വിചാരിച്ച കാട്ടിക്കോളി പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ വെച്ചൊക്കെ നോക്കി കുറേ റണ്ണിങ് മെറ്റീരിയലൊക്കെ നോക്കി സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്തുകൊണ്ട് നീനത്. നമുക്ക് അന്ന് എടുക്കാൻ പറ്റിയൊരു സംഭവം കുറ്റിയെടുത്ത് ഞങ്ങളെ കൂടെ ഉണ്ട്. ഇനി ബാക്കി രണ്ടാൾക്ക് മനസ്സിലായി ഇത് ഒറ്റ നടക്കി പോകില്ല എന്ന് വിചാരിച്ചിട്ടാവും
ഓല അവിടുന്ന് പോന്നിട്ട് ഓല ആ സീറ്റിൽ പോയിരുന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് മാരകമായിട്ടുള്ള സെർച്ചിങ് ഇനി കുറേ ക്ലോത്ത് കണ്ടപ്പോൾ ഏതെടുക്കണം നമ്മൾ വിചാരിച്ച് പോയിട്ട് റഫറൽ പിക്കൊക്കെ നമ്മളെ കയ്യിലുണ്ടേനി അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഡ്രസ്സ് സംഭവങ്ങൾ ഇനി നമ്മൾ തപ്പിക്കൊണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ അവൾ വിചാരിച്ച സെയിം ഒരു കളർ ആയിക്കോട്ടെ ആ ഒരു സെയിം പാറ്റേണിലുള്ള സംഭവം നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ റണ്ണിങ് മെറ്റീരിയൽ 2-3 ടൈപ്പ് ഓഫ് റണ്ണിങ് മെറ്റീരിയൽ വേണ്ടിയിനി. അങ്ങനെ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന് കുറേ ഓർഗൻസ ടൈപ്പിൽ വരുന്നതൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ധാവണി ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, ധാവണീൻ്റെ കളക്ഷൻസിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ബിലോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗൗണ് നോക്കേണ്ടി. ഇനി അങ്ങനെ നമ്മൾ 2-3-4 ഗൗണ് വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള നമ്മളെ ഈ ഒരു വയറിൻ്റെ ഈ ഒരു പോർഷനിൽ മാത്രം സിമ്പിളായിട്ടൊരു വർക്ക് വന്നിട്ട് ബാക്കിയൊക്കെ ഫുൾ നെറ്റിൻ്റെ ടൈപ്പ് വരുന്ന ഗൗണാണ്. 2000 ഏകദേശം ആ ഒരു റേറ്റ് ആണ് കേട്ടോ അതിൻ്റെയൊക്കെ ഇത് വരുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഗൗണിലായിക്കോട്ടെ ധാവണീസിലൊക്കെ നമ്മൾക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുറേ ഉണ്ട്, അല്ലാത്ത ടൈപ്പ് കുറേ ധാവണീസ് ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏകദേശം എല്ലാ ടൈപ്പ് കളക്ഷൻസും ഈ ഷോപ്പിലുണ്ട്. പിന്നെ നമ്മൾ മിറർ ഒബ്സെഷൻ, നമ്മൾ ഏത് കണ്ണാടി കണ്ടാലും അതിൻ്റെ മുകളിൽ നിന്ന് പട്ടി ഷോ കളിക്കുക എന്നുള്ളത് നമ്മളൊരു അവകാശമാണ്. ആർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞിട്ട് നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സിലേക്കാണ് കേട്ടോ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ആ ചേച്ചീനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ചേട്ടൻ ഒരു കാക്ക, പേര് നമുക്ക് അറിയില്ല, നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് ഇനി നല്ല കൂൾ ആൻഡ് എന്താ പറയുക കാമായിട്ട് ബിഹേവ് ചെയ്ത് എല്ലാതും നമുക്ക് നല്ല ക്ഷമയോടെ എടുത്ത് കാണിച്ചു തന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചേട്ടൻ ഓർ കാക്ക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു കമ്മലും അതുപോലെ തന്നെ ഒരു റിങ്ങും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡയമണ്ടിൻ്റെ സെക്ഷൻ എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ലത് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി കുറേ സംഭവങ്ങൾ ഇഷ്ടമായി. പിന്നെ വളരെ കുറച്ച് വില ആയതുകൊണ്ട് തന്നെ ഇഷ്ടമായ എല്ലാ സംഭവങ്ങളും എടുത്തു പോരാൻ പറ്റില്ല. അതുകൊണ്ട് 1-2 ഒരു കമ്മലും അതുപോലെ തന്നെ ഒരു റിങ്ങുമാണ് നമ്മൾ കാര്യമായിട്ട് അവിടെ നിന്ന് വാങ്ങിയത് എന്ന് പറയണത്. അപ്പോൾ കണ്ടോ കുറേ കളക്ഷൻസ് ഉണ്ട്, ഡയമണ്ടിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ബില്ലൊക്കെ കൊടുത്ത് ഈ ചേട്ടനാണ് ഞാൻ പറഞ്ഞല്ല ആ ചേട്ടൻ, നല്ല സൂപ്പർ ചേട്ടനാണ് കേട്ടോ, ചേട്ടൻ ഓർ കാക്ക. അതൊക്കെ കഴിഞ്ഞ് കല്യാൺ ജ്വല്ലേഴ്സ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. ഒരു ബാണ്ടക്കെട്ടൊക്കെ ഉണ്ടേനി, എവിടുന്നോ എന്തോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന മാതിരി. അതൊക്കെ നമ്മൾ ഉള്ളിൽ അടിച്ച് കയറ്റി. അതൊക്കെ കഴിഞ്ഞേക്ക് വിശപ്പിൻ്റെ വിളി നല്ല സൗണ്ടിൽ വരുന്നുണ്ടേനി. നമ്മൾ പുതിയ സ്റ്റാൻഡിൽ പാളയത്തേക്ക് ബസ് കയറി, ബസ് ഇറങ്ങിയിട്ട് പാളയത്തേക്ക് കുറച്ച് നടന്നിട്ടുണ്ടേനി. നല്ല നട്ടക്കുന്തിരി വെയിലേനി, സൂര്യൻ ടാറ്റ ബൈ ബൈ പറയണ്ടേനി. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പ് കയറി കഷ്ടപ്പെട്ടൊരു ഹോട്ടൽ കണ്ടെത്തി. അവിടുത്തെ ചുമരുമ്പിൽ എഴുതി വെച്ച ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രസമായി തോന്നി. ദോശ മസാലയെ ഇതങ്ങൾക്ക് വായിച്ചു വെക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാം അടുത്തിട്ടും ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് പൊറോട്ടയും ബീഫുമാണ്. ചില പ്രണയങ്ങൾ പഴംപൊരി പോലെയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക, സ്പീഡിലായി പോകുന്നുണ്ട്. ചില്ലി ചിക്കൻ ചില്ലറക്കാരനല്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പണ്ടത്തെ നമ്മൾ ഓട്ടോഗ്രാഫിലൊക്കെ ഇല്ലേനോ, പാൽച്ചായ മറന്നാലും കട്ടൻ ചായ മറന്നാലും മുഖച്ചായ മറക്കരുതെന്ന്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറേ കോഡ്സ് ഇങ്ങനെ ഓരോ ആ ചുമരിൻ്റെ വാളിൽ മൊത്തം എഴുതി വെച്ചിട്ടുണ്ടേനി. നല്ല രസമുണ്ടേനി വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോസിൻ്റെ ഇടയിൽ ആ കോഡ്സ് ഒക്കെ വായിച്ച് വെക്കുക, നല്ല രസമുണ്ടേനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും, ഞാനും ശില്പിയും ഫുൾ CBയും അതുപോലെ തന്നെ അമ്മയും കുഞ്ഞാൻ്റെയും കുറ്റിയെടുത്തിയും കൂടിയും 2 ചോറുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ഫ്രൈഡ്, ചിക്കൻ ബിരിയാണി ഇനി നല്ല ടേസ്റ്റ് ഉണ്ടേനി. അത്രയും വിശന്ന് അങ്ങ് അറ്റത്തെത്തിയനോടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടേനി. വിശപ്പിൻ്റെ വിളി ബിരിയാണി എന്ന് പറഞ്ഞിട്ടേനി ഞങ്ങൾക്ക് വന്നിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ഷോപ്പിൽ തന്നെയാണ് എത്തിയത്. പിന്നെ വൈകുന്നേരം ഇടവണ്ണപ്പാറ എത്തിയപ്പോൾ നമ്മൾ ജ്യൂസ് ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും ഒരു വിധമായിന്. പിന്നെ റേഷൻ പിടിയിലൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് ഒരു സ്ട്രോബെറി വാങ്ങി 50 രൂപയ്ക്ക്, തീരെ മധുരല്ലേനി. പിന്നെ എല്ലാവരും ഒറ്റക്കെടുത്തം. അപ്പം അത്രയേ ഉള്ളൂ, ബൈ.